ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. മറ്റൊരു കിടിലൻ വീടിന്റെ ഹോം ടൂർ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഏകദേശം 20 ലക്ഷം രൂപക്ക് 1350 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടി ഇരുനിലയിലായിട്ട് വരുന്ന നമ്മുടെ ഈ വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ കൂട്ടായി കാട്ടിലപ്പള്ളിയിലുള്ള ഇസ്മായിൽ ദിൽസ ദമ്പതികളുടെ വീടാണ് കേട്ടോ. അപ്പൊ വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. രാത്രിയിലായാലും പകലിലായാലും ഏതൊരാളെയും ആകർഷിപ്പിക്കുന്ന തരത്തിൽ അത്രയും മനോഹരമായിട്ടാണ് കേട്ടോ ഈ വീട് പണിതിട്ടുള്ളത്. പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയൊരു വീടായിട്ട് തോന്നിയെങ്കിലും വെറും 20 ലക്ഷം രൂപക്കാണ് ഈ വീട് മൊത്തത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ആ നൈറ്റ് വ്യൂ ഒന്ന് നോക്കിയേ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി വീടിന്റെ എക്സ്റ്റീരിയർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ വൈറ്റ്, ലൈറ്റ് ബ്ലൂ ആൻഡ് ലാവണ്ടർ ഷെയ്ഡിലാണ് കേട്ടോ വീട് മൊത്തത്തിൽ പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഏതൊരാളെയും ആകർഷിപ്പിക്കുന്ന തരത്തിലാണെങ്കിലും ഉള്ളിൽ ഏതൊരു സാധാരണക്കാരനും പറ്റുന്ന രീതിക്ക് വളരെ ഒതുങ്ങിയ ഡിസൈനാണ് കേട്ടോ വരുന്നത്. എന്ന് കരുതി ഡിസൈനിലൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ അവിടെ വലത് ഭാഗത്തായിട്ട് തന്നെ ഇതുപോലൊരു വോള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ആയിട്ട് ഇത് പടവിലായിട്ട് തന്നെ ഉള്ളിൽ റിങ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിലായിട്ട് ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. ആ ഒരു വോളിൽ ടെക്സ്ചർ പെയിന്റ് ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത്. എക്സ്റ്റീരിയറിനെ ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിൽ ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റ് ആണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമ്മുടെ സിറ്റ് ഔട്ടിന്റെ ഇടതുവശത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് വോളും നല്ല അടിപൊളിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ വോളിലായിട്ട് ഇതുപോലെ സ്ക്വയർ കട്ടിംഗ് ഒക്കെ വരുന്നത് വേറെ തന്നെ ഒരു ഭംഗിയായിട്ടുണ്ട് കേട്ടോ. സിറ്റ് ഔട്ടിന് മുകളിലായിട്ട് നമ്മുടെ ബാൽക്കണി വന്നിട്ടും ഒരു ഓപ്പൺ ബാൽക്കണി സെറ്റപ്പ് ആണ് വരുന്നത്. അവിടുന്ന് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അത് നമുക്ക് മുകളിൽ എത്തുമ്പോൾ കാണാവേ. കൂടാതെ ഈ ഒരു ഭാഗത്തെ വോളൊക്കെ വന്നിട്ടും അതുപോലെ ആ ഒരു ഭാഗമൊക്കെ നല്ല നീറ്റായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. ഈ ഒരു ഷോവാളും നമ്മുടെ സിറ്റ് ഔട്ടും തമ്മിൽ ജസ്റ്റ് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് കേട്ടോ. സിറ്റ് ഔട്ടിൽ ഇരിക്കാനായിട്ട് 2 വശത്തും 2 പില്ലേഴ്സ് കൊടുത്തിട്ട് സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. പില്ലേഴ്സിലായിട്ട് ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 330x210 ആണ് കേട്ടോ ഈ സിറ്റ് ഔട്ടിന്റെ സൈസ്. നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഫ്രണ്ടിലായിട്ട് മാഷാ അല്ലാന്നും കൂടാതെ ഡോറിന് മുകളിലായിട്ട് ഹൗസ് നെയിം ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ സീലിംഗിൽ പ്രൊഫൈൽ ആയിട്ട് വെച്ചിട്ട് അടിപൊളിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ മഹാഗണി വുഡിൽ ചെയ്ത ഡബിൾ ഡോർ ആണ്. സ്റ്റീലിന് 2 ഹാൻഡിൽ വരുന്നുണ്ട്. 2 വശത്തായിട്ട് 2 സിംഗിൾ വിൻഡോസും കാണാവേ. പിന്നെ ഈ ആയിഷ മൻസിൽ ഇത് ഇവരുടെ ഉമ്മാന്റെ പേരാണ് കേട്ടാ. അകത്തേക്ക് കയറി വന്നാൽ അത്യാവശ്യം വലിയൊരു ഹോൾ ഇവിടെ വരുന്നുണ്ട്. ലിവിങ് ഡൈനിങ് എന്ന് പറഞ്ഞിട്ട് പാർട്ടീഷൻ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ഡോറ് തുറന്ന് കയറി വരുമ്പോഴേ ഈ ഭാഗത്ത് ഹോളിലായിട്ട് ഇതുപോലെ ബോക്സ് ടൈപ്പിൽ കട്ടിങ് കൊടുത്തിട്ട് അതിനുള്ളിലായിട്ട് നമുക്ക് ഷോക്കേസിംഗ് ഒക്കെ ചെയ്യാം. അതിനുള്ളിലായിട്ട് നല്ല അടിപൊളിയായിട്ട് ലൈറ്റ്സ് ഒക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു വോള് കാണാൻ. ഇനി നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്. അവിടുന്ന് അത്യാവശ്യം ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ടാണ് ലിവിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഏകദേശം 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ ഒരു സ്പേസിലേക്ക് ഒതുങ്ങിയ രീതിയിലാണ് കേട്ടോ ടേബിൾ വരുന്നത്. ഏകദേശം ഒരു 21,600 ആണ് കേട്ടോ ഈ ഒരു സെറ്റിനായിട്ടുള്ളത്. അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്ന് നമ്മുടെ സോഫ നോക്കുകയാണെങ്കിൽ 3 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ വരുന്ന ഒരു സോഫ സീറ്റർ ആണ്. ഒരു വുഡ് ആൻഡ് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് കുഷ്യനൊക്കെ കൊടുത്തിട്ടുള്ള ഏകദേശം 9,000 രൂപ വരുന്ന ഒരു സീറ്റർ ആണ് കേട്ടോ ഇത്. ഈ ഒരു ഹോളിൽ നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം വലിയൊരു ടേബിൾ തന്നെ കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു 4-5 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിക്ക് തന്നെ സോഫ അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ കൂടി ഇവർ വളരെ മിനിമൽ ആയിട്ടുള്ള രീതിയിലാണ് ഓരോ ഫർണിച്ചേഴ്സും സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഹോള് ഒത്തിരി ഒരു സ്പീഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ 2 വശത്തായിട്ട് വരുന്ന 2 സിംഗിൾ വിൻഡോസിലായിട്ടും ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. അവിടെ ആയിട്ടും സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. ഈ 3 വിൻഡോ കൂടി കർട്ടൻ കൊടുക്കാനായിട്ടുള്ളത് ഏകദേശം ഒരു 4,000 രൂപയാണ് കേട്ടോ. 420-370 സൈസിലാണ് കേട്ടോ ഈ ഹോള് വരുന്നത്. പിന്നെ വീടിന്റെ കറക്റ്റ് പ്ലാൻ നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, സൈസ് പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ടർ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതിയേ. ഇവിടെ സീലിംഗിലായിട്ട് ഒത്തിരി LED ലൈറ്റ്സും നടുക്കായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും ആണ് കേട്ടോ വരുന്നത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ വീട് ഇത്രയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള കോൺടാക്ടർ നമ്പറും ഡീറ്റെയിൽസും നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താല്പര്യമുള്ള ആൾക്കാർ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കിക്കോളേ.
ഇവിടെ ടോട്ടലി 3 ബെഡ്റൂം ആണ് കേട്ടോ വരുന്നത്. ആദ്യത്തെ ബെഡ്റൂമും ഹോളിലെ കോമൺ ബാത്റൂമും ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെ നമ്മുടെ സ്റ്റെയർ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ കിച്ചൺ വരുന്നുണ്ട്. എന്റെ പുറകിലായിട്ടാണ് കേട്ടോ നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് ഒരു ബെഡ്റൂമും ബാൽക്കണിയും ഒക്കെ ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ വാഷ് ഏരിയ നോക്കാം. ഇവിടെ താഴെയായിട്ട് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. വൈറ്റ് കളറിലാണ് കേട്ടോ വാഷ് ബേസും വരുന്നത്. ഇനി മുകളിലേക്ക് വരുമ്പോ ഒരു കുഞ്ഞു സർക്കിൾ മിറർ വരുന്നുണ്ട്. ഒരു വശത്തായിട്ട് കുഞ്ഞു 2 ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഒരു വുഡൻ ബ്ലാക്ക് തീമിൽ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 8000 രൂപയാണ് കേട്ടോ ഇതിനായിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം നോക്കിയല്ലേ. 300-330 സൈസിൽ വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ബെഡ്റൂം ആണ് കേട്ടോ ഇത്. ഇവിടെ നമ്മുടെ റൂമിലൊക്കെ ഫ്ലോറിൽ നോക്കുകയാണെങ്കിൽ ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കയറി വരുമ്പോഴേ ഈ ഭാഗത്തായിട്ട് വുഡിന്റെ ഒരു ഫാമിലി റെഡിമെയ്ഡ് കോട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ വോളിലായിട്ടും ഈ ഭാഗത്തെ വോളിലായിട്ടും വിൻഡോസ് കാണാം. കർട്ടൻസ് കൊടുത്തിട്ടില്ല. കോട്ടിന് ഓപ്പോസിറ്റ് വോളിലായിട്ടാണ് വാർഡ്രോബിന്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത്. അവിടെ മുകളിലായിട്ടും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കറക്റ്റ് സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഹോളിലെ കോമൺ ബാത്റൂം നോക്കുകയാണെങ്കിൽ 200-130 സൈസിലാണ് വരുന്നത്. ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോഴും 300-330 സൈസിൽ തന്നെയാണ് കേട്ടോ ഇതും വന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ വുഡിന്റെ ഫാമിലി റെഡിമെയ്ഡ് കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഷോവാളിലായിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് പെയിന്റിംഗ് കൊടുത്തിട്ടുള്ളത്. 2 വശത്തെ വോളിലായിട്ടും ഡബിൾ ഡോർ വിൻഡോ ആണ് കേട്ടോ വരുന്നത്. കർട്ടൻസ് കൊടുത്തിട്ടില്ല. ഇനി ഇവിടെ ഈ ഭാഗത്ത് വോളിലായിട്ടും വാർഡ്രോബിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കബോർഡ് വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അവിടെ മുകളിലായിട്ടും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇനി നമുക്ക് കിച്ചൺ നോക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ സ്റ്റെയർ ഒക്കെ ഒന്ന് നോക്കല്ലേ. സ്റ്റെയറിന്റെ സ്റ്റെപ്പിലായിട്ട് മാർബിൾ ആണ് കേട്ടോ വരുന്നത്. താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ് വരുന്നത് കൊണ്ട് തന്നെ സ്റ്റെയർ നല്ലോണം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. വേറൊരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹാൻഡ് റെയിലാണ്. ഹാൻഡ് റെയിലും ഒരു പാർട്ടീഷൻ വോള് പോലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ജിഐയിലാണ്. ഏകദേശം 12,000 രൂപക്കാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. ഈ ഹോളിലെ ഒരു മെയിൻ ഹൈലൈറ്റ് തന്നെ ഇതാണ് കേട്ടോ. ഇതിനുള്ളിലായിട്ട് നോക്കി ആ ഒരു ഷോക്കേസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് വരുന്നത്. താഴെയായിട്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ടാണ് കേട്ടാ. ഇനി നമ്മുടെ മുകളിലേക്ക് കയറുമ്പോൾ സ്റ്റെയർ ഏരിയയിലായിട്ട് ഇതുപോലെ ഫ്ലവർ കേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അവിടെ വോളിലായിട്ട് തന്നെ വെന്റിലേഷന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു വിൻഡോ വരുന്നുണ്ട്. നമ്മൾ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കുഞ്ഞു ഹോള് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ ഭാഗത്തായിട്ട് തന്നെ നമുക്ക് അയൺ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിക്ക് തന്നെ ഒരു കുഞ്ഞു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹോളിലായിട്ടും ഒരു ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. നല്ല സൗകര്യത്തിൽ തന്നെയാണ് ഈ ബാത്റൂം ചെയ്തിട്ടുള്ളത്. ഒരു ലൈറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ഫുൾ ആയിട്ട് ടൈലൊക്കെ. ഇവിടെ ആയിട്ട് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നുണ്ട്. അത് വന്നിട്ട് നോക്കുകയാണെങ്കിൽ 300-330 സൈസിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഷോവാളില് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ പെയിന്റിംഗ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ 2 വോളിലായിട്ടും വിൻഡോസ് കാണാം. കർട്ടൻസ് കൊടുത്തിട്ടില്ലേ. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു റെഡിമെയ്ഡ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സീലിംഗിലായിട്ട് LED ലൈറ്റ്സ് ആണ് കേട്ടോ വരുന്നത്. ഇനി നമ്മൾ നമ്മുടെ ബാൽക്കണിയിലേക്ക് വരികയാണെങ്കിൽ ഡോറിന് 2 വശത്തായിട്ടും എക്സ്റ്റീരിയറിൽ നമ്മൾ കണ്ട ആ ഒരു 2 പരഗോള ഗ്ലാസ് ഡിസൈൻസ് വരുന്നുണ്ട്. 250-120 സൈസിൽ വരുന്ന ഈ ഒരു ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഫ്രണ്ടിലായിട്ട് കടലാണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇവിടെ ഇരുന്ന് ഈ കാഴ്ചയൊക്കെ ആസ്വദിച്ചിരുന്ന് വർത്താനം പറയാനൊക്കെ നല്ല രസമായിരിക്കും അല്ലേ. ഇവിടെ ഇരിക്കാനായിട്ട് ഒരു 3 സീറ്റർ ചെയർ വരുന്നുണ്ട്. ഏകദേശം ഒരു 7000 രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത്. നമ്മുടെ ഈ പറഗോളക്കുള്ളിലൊക്കെ ലൈറ്റ്സ് വരുന്നതുകൊണ്ട് പുറത്തേക്ക് നല്ല അട്രാക്ഷൻ കേട്ടോ. അത് മാത്രമല്ല ഇവിടെ വോളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ലൈറ്റ് ഒക്കെ നൈറ്റ് വ്യൂ ഒന്ന് വേറെ ലെവലാക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴും ഒരു കുഞ്ഞു സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്. ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലായിട്ടും ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ ആണ് വരുന്നത്. ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട ആ ഒരു സീലിംഗ് ഡിസൈൻ തന്നെയാണ് കേട്ടോ. പ്രൊഫൈൽ ലൈറ്റിലും LED ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. നമുക്ക് പുറത്തേക്ക് വ്യൂ കിട്ടുന്ന രീതിക്കാണ് കേട്ടോ ഇവിടെ സീലിംഗ് വരുന്നത്. ഇനിയിപ്പോൾ അവസാനമായിട്ട് നമ്മൾ നമ്മുടെ കിച്ചണിലോട്ട് വരുമ്പോൾ ഡോർ വന്നിട്ട് വുഡിൽ ഇതുപോലെ ഗ്ലാസിന്റെ ഡിസൈൻ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഡോറാണ് കേട്ടാ. ശേഷം കിച്ചണിലേക്ക് വരുമ്പോൾ 300-300 സൈസിലാണ് കേട്ടാ ഈ കിച്ചൺ വരുന്നത്. സ്റ്റോറേജിനൊക്കെ ഒത്തിരി പ്രാധാന്യം കൊടുത്ത് വളരെ നീറ്റായിട്ട് സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു കിച്ചൺ ആണ് കേട്ടോ ഇത്.
നമ്മളിതേ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് എൽ ഷേപ്പിൽ ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട്. റാക്കിന് ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗവും ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു സിങ്കും ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ റാക്കിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കബോർഡ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഇതേ നമ്മൾ ഇവിടെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ വെന്റിലേഷൻ ഒക്കെ കിട്ടുന്ന രീതിക്ക് ഒരു 3 ഡോർ വിൻഡോ കാണാം. ആ ഒരു വോളിലായിട്ടാണ് പാത്ര സ്റ്റാൻഡ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മൾ ഈ ഒരു ഭാഗത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിലും നമുക്ക് ക്രോക്കറി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിക്ക് ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇതേ കബോർഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവൂലേ. ഇവിടെ ആയിട്ട് തന്നെ നമ്മുടെ ഫ്രിഡ്ജിന്റെ സ്പേസ് വരുന്നുണ്ട്. കൂടാതെ ഒത്തിരി സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുകളിലായിട്ടും ഇതുപോലെ റാക്ക് വരുന്നുണ്ട് കേട്ടോ. അവിടെ ആയിട്ട് മറ്റൊരു സ്റ്റോറേജ് സ്പേസ് കൂടി കാണാവേ. ഈ ഒരു കിച്ചണിലായിട്ട് സ്റ്റോർ റൂം വരുന്നില്ല, പകരം നമുക്കൊരു സ്റ്റോറേജ് യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്ന രീതിക്ക് ഇവിടെ ആയിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. അതൊന്ന് നോക്കാട്ടാ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു വർക്ക് ഏരിയ ആണ് കേട്ടാ. ഇവിടെ ദാ ഒരു കുഞ്ഞു റാക്ക് വരുന്നുണ്ട്. ആ റാക്കിലായിട്ട് തന്നെ ദേ സിങ്ക് കൊടുത്തിട്ടുണ്ട്. റാക്കിന് താഴെ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ അടുപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെന്റിലേഷൻ ഒക്കെ കിട്ടുന്ന രീതിക്ക് നെറ്റ് ആണ് കേട്ടോ അവിടെ വോളിലായിട്ട് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ദേ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഒരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വർക്ക് ഏരിയയിൽ നിന്ന് 2 ഭാഗത്തേക്കും പാസേജ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ആയിട്ട് തന്നെ നമ്മുടെ ഒരു കോമൺ ബാത്റൂമും വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ? വെറും 20 ലക്ഷം രൂപക്ക ഈ വീട് ഇത്രയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഒപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.